മൻഹജു അഹ്ലി സുന്ന ഫിൽ ഇസ്ലാഹ്, അവർ ഇസ്ലാഹ് നടത്തുന്നതിൽ ആളുകൾക്കിടയിലുള്ള കുഴപ്പങ്ങൾ നന്നാക്കുന്ന കാര്യത്തിൽ അവരുടെ മാർഗം എന്ന് പറയുന്നത് അവരാദ്യം തൗഹീദ് കൊണ്ട് ആരംഭിക്കുമെന്നുള്ളതാണ്. തൗഹീദ് കൊണ്ടാണ് അവർ ആരംഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഈ വിഷയം നന്നാക്കുക എന്നുള്ളതായിരിക്കും അവരുടെ പരമപ്രധാനമായ ലക്ഷണം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഒരു വിഭാഗമാണെങ്കിൽ അവർ നാട്ടിലേക്ക് ദഅവത്തിന് പോയാൽ അവരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, അവരുടെ ലക്ഷണത്തിൽപ്പെട്ടതാണ്. അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനെയും സഹായം തേടുന്നതിനെയും ആയിരിക്കും അവരാദ്യമായി നേരിടുക. ആ വിഷയമായിരിക്കും അവരാദ്യമായി നന്നാക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെയാണ്. കാരണം അടിസ്ഥാനം നന്നാകാതെ നിസ്കരിപ്പിച്ചത് കൊണ്ടോ നോമ്പെടുപ്പിച്ചത് കൊണ്ടോ അവനെ കൊണ്ട് ഒരുപാട് ദാനധർമ്മം ചെയ്യിപ്പിച്ചത് കൊണ്ടോ യാതൊരു കാര്യമില്ല. അവരുടെ അടിസ്ഥാനം നന്നാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രഥമ പരിഗണന അവർ തൗഹീദ് ശരിയാക്കുന്നതിനാണ് തുടങ്ങുക. അതുപോലെ അവരുടെ നന്മ അവർ നന്നാക്കുന്നത് അൽ ഇസ്ലാഹു യബ്ദഉ മിനൽ ഫർദ്, അവർ സ്വന്തത്തിൽ നിന്നാണ്, വ്യക്തിയിൽ നിന്നാണ് അവർ ആരംഭിക്കുക. ലാ മിനൽ മുജ്തമഅ, സമൂഹത്തിൽ നിന്നല്ല. ഇന്ന് തലതിരിഞ്ഞ ആളുകളുണ്ട്. അവർക്ക് ആദ്യം നന്നാക്കേണ്ടത് ഭരണാധികാരിയാണ്, ആദ്യം നന്നാക്കേണ്ടത് സമൂഹത്തെയാണ്. അവരുടെ വീട്ടിൽ ചിലപ്പോൾ സുന്നത്ത് പാലിക്കുന്നുണ്ടാവില്ല, വീട്ടിലുള്ള ആളുകൾക്ക് സുന്നത്ത് വ്യക്തമായി അറിയുന്നുണ്ടാവില്ല. അവർക്ക് ഏറ്റവും ആദ്യം നന്നാക്കേണ്ടത് രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരിക്കും. ആ ഭരണം അടിമറിച്ചിടുക, അതാണ് ഇവരുടെ ആദ്യത്തെ നന്നാക്കൽ. ആ ഭരണം നന്നായാലേ എല്ലാം നന്നാകൂ എന്ന തലതിരിഞ്ഞ ദഅവത്തിൻ്റെ രീതിയാണ് ഇഖ്വാനുൽ മുസ്ലിമൂനിൻ്റെ ഒക്കെ പോലെയുള്ള ദഅവത്തിൻ്റെ രീതി. അതങ്ങനെയാണ്, അവരങ്ങനെയാണ് തുടങ്ങുന്നത്. ആദ്യം ഭരണാധികാരിയിൽ നിന്ന് പിന്നെ താഴെയുള്ള ആളുകൾ. അവൻ്റെ വീട്ടിൽ സുന്നത്ത് ഉണ്ടാവില്ല. ഒരു വീട്ടിലൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് അവനുണ്ടാക്കാൻ സാധിക്കുകയില്ല. അവൻ രാജ്യം മുഴുവൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കണം എന്നാണ്. അതുകൊണ്ട് ഭരണാധികാരി കാഫിറാണ് എന്ന് പറഞ്ഞാൽ അയാൾക്കെതിരെ തിരിയുക എന്നുള്ളതായിരിക്കും അവരുടെ ദഅവത്ത്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ദഅവത്ത് അങ്ങനെയല്ല. അത് വ്യക്തിയിൽ നിന്നാണ് ആരംഭിക്കുക, വീട്ടിൽ നിന്നാണ് ആരംഭിക്കുക, അവൻ്റെ സമൂഹത്തിൽ നിന്നാണ് ആരംഭിക്കുക. അങ്ങനെയാണ് ഉത്തമമായ സമുദായത്തെ അവർ വാർത്തെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ അവരുടെ പ്രധാനപ്പെട്ട നന്നാക്കുന്നതിന് മുമ്പ് അവർ ശ്രദ്ധിക്കുന്ന കാര്യമാണ് അൽ ഇൽമു ഖബ്ല അൽ ഖൗലി വൽ അമൽ. അവർ പറയുന്നതിൻ്റെയും പ്രവർത്തിക്കുന്നതിൻ്റെയും മുമ്പിൽ കൃത്യമായ അറിവ് പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ദഅവത്തിന് അവർ പുറപ്പെടുന്ന സമയത്ത് ദീന് കൃത്യമായി അവർ പഠിച്ചതിന് ശേഷം മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്നാണ്.